പറുദീസയിലുണ്ടൊരു മുല്ല, പരിപാവനമായൊരസരമുല്ല, പരിശോഭിതമാണ് നബിയുള്ള പരിശുദ്ധ റസൂലോരെ സ്വല്ലല്ലാഹ് അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 വിധത്തിലുള്ള 10 ദിനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായ പരിഗണനയുടെ അർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് റമളാനിലെ അവസാനത്തെ 10. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിനരാത്രങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ ആരാധനകളിൽ അത്യധികം പതിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. മറ്റൊന്നാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനരാത്രങ്ങൾ. അത് ബലിപെരുന്നാൾ ഉൾപ്പെട്ട ദിനങ്ങളാണ്. മൂന്നാമത്തെ വിഭാഗമാണ് മുഹറമിലെ ആദ്യ 10. അതിൽ ആശുറാ ദിനവും ഉൾക്കൊള്ളുന്നതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനരാത്രങ്ങളിൽ അനുഷ്ഠിക്കുന്ന ആരാധനകൾക്ക് സമാനമായി പ്രതിഫലം മറ്റ് ദിനങ്ങളിൽ ലഭിക്കുന്നതല്ല എന്നുള്ള ആശയം വരുന്ന നിവേദനം നമുക്ക് ഇമാം ബുഖാരിയുടേതായി റളിയല്ലാഹു അൻഹു കാണാവുന്നതാണ്. ഹിജ്ജ 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ മുഅക്കദായ ശക്തമായ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ആ ദുൽഹിജ്ജ ആദ്യ 10 ദിനരാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുൽഹിജ്ജ 9 അറഫാ ദിനത്തിനാണ്. ഒരു വർഷത്തെ ഏറ്റവും പുണ്യമേറിയ ദിനമാണ് അറഫാ ദിനം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു.